അപ്പോൾ ചൂട് പിടിച്ച നിങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ നമ്മളിപ്പോൾ നീലേശ്വരത്ത് നിന്നും പാട്ടുമായി എത്തുന്ന ഒരു ഗായകനെ കൂടി പരിചയപ്പെടുത്താം. സൗപർണിക സജു ആണ്, ഗായികയാണ് സൗപർണിക സജു. സൗപർണിക സജു അങ്ങനെയാണ് പേര്? സൗപർണികയാണോ പേര്, സജു എന്നാണോ പേര്? സജു അച്ഛന്റെ പേരാണോ? സൗപർണിക സജു. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7ാം ക്ലാസ്സിലേക്ക് പോകുന്നു. 6th-ലായിരുന്നു. എല്ലാ പരീക്ഷ നന്നായിട്ട് എഴുതിയോ? 7ലേക്ക് എത്തിയല്ലോ അല്ലേ? ഓക്കെ, നന്നായി പഠിക്കും മോള്. ഓക്കെ, ഗുഡ്. അനിയത്തി ഉണ്ടോ? അനിയത്തി പാടുവോ? അനിയത്തി എനിക്ക് 2 അനിയത്തിമാരുണ്ട്. രണ്ടുപേരും പാടുവോ? ഒരാള് ചെറുതാണ്, മറ്റേയാൾ ഇനി 6ലേക്ക്. അനിയത്തിയായിട്ട് തല്ലുകൂടാറുണ്ടോ? അനിയത്തിമാരുമായിട്ട് എപ്പോഴും തല്ലാണ് അല്ലേ? ഓക്കെ. അപ്പോ ഏറ്റവും നല്ല കൈയിടി കിട്ടിയ പാട്ട് ഏതാ സൗപർണികയ്ക്ക്? മാനസ മണിവേണുവിൽ. നമുക്കൊന്ന് കേട്ടാലോ? അപ്പോൾ നമുക്ക് സൗപർണികയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിനു മുമ്പ് സൗപർണിക എവിടെ വീട്? എൻ്റെ വീട് പെരിയയിലാണ്, കാസർഗോഡ് പെരിയയിലാണ് വീട്. അപ്പം ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ സൗപർണികയ്ക്ക്. ഈ പരിപാടി കഴിയുമ്പോൾ ഫാൻസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നമ്മൾ സൗപർണികയുടെ മനോഹരമായ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ലെറ്റ്സ് ഗോ. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ, മായാത്ത സ്വപ്നങ്ങളാ മണിമാല ചാർത്തി മനം. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ, മായാത്ത സ്വപ്നങ്ങളാ മണിമാല ചാർത്തി മനം. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ, പ്രേമാദ്ര ചിന്തകളാൽ പൂമാല തീർക്കും മുൻപേ. പ്രേമാദ്ര ചിന്തകളാൽ പൂമാല തീർക്കും മുൻപേ, പൂജാഫലം തരുവാൻ പൂജാരി വന്നു മുന്നിൽ. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ. സൗപർണിക